ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, നിത്യ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണല്ലേ അച്ഛാ? ആണുങ്ങൾക്ക് വിളമ്പിക്കൊടുത്തതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന തനി പരമ്പരാഗത പെണ്ണ്. അതെ, അമ്മ എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നത്? അച്ഛനിപ്പോ അതൊന്നും അറിഞ്ഞൂടല്ലേ? ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം അമ്മ കഴിക്കുന്നുണ്ട്. ഞാനും. അടിമകൾ ജീവിച്ചിരിക്കേണ്ടേ അച്ഛാ? എന്നാലല്ലേ ഉടമകൾക്ക് വിലയുള്ളൂ. അച്ഛാ, ഈ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് പറയാനുള്ളതൊക്കെ ചെറിയ ചെറിയ വാചകങ്ങളായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് പറഞ്ഞ് ആണുങ്ങളുടെ നെഞ്ചിലിട്ട് കുത്തുന്നൊരു രീതി. നമ്മൾ ആണുങ്ങൾ എന്താ ചെയ്യുക? ബഹളം വയ്ക്കും, കൈ ഉയർത്തും. പക്ഷെ സത്യത്തിൽ പെണ്ണിന്റെ രീതിയാ കൊള്ളാവുന്നത്. അധികം രക്തച്ചൊരിച്ചിലില്ല, പക്ഷേ കൊള്ളേണ്ടത് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും. അമ്മയ്ക്ക് ഭക്ഷണം എടുക്കട്ടെ? എനിക്കിന്ന് ഉപവാസമാണ്. എന്തിന്റെ പേരിൽ? പണ്ടെന്നോ തുടങ്ങി വെച്ചൊരു ശീലമാണ്. ഭർത്താവിന്റെ ആയുസ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന ചില ദിവസങ്ങൾ. പണ്ടത്തെ കാലത്ത് ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ ചില മണ്ടത്തരങ്ങൾ. ആ, അതങ്ങനൊരു കാലമായിരുന്നല്ലോ. ഭർത്താക്കന്മാർക്ക് എന്തു ആവാം, ഭാര്യമാർ വീട്ടിലെ മൃഗങ്ങളും. അച്ഛാ, നമുക്കിപ്പോ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമൊക്കെ മാറി മാറി വരുവാണല്ലോ. എന്തെങ്കിലും ഒരിക്കല് പെണ്ണുങ്ങൾ ആണുങ്ങളെ നിയന്ത്രിക്കുന്ന കാലം വരുമോ നമ്മുടെ നാട്ടില്? വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. അപ്പോ ഇനിയുള്ള കാലം പെണ്ണിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? തല പൊക്കാൻ നോക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാ. വിളമ്പലും ഊട്ടലും എല്ലാം കഴിഞ്ഞ് അടുക്കളവാതിൽ അടയ്ക്കണം. അതും ശീലം കൊണ്ട് ചെയ്യാൻ പറഞ്ഞതാ. പുറത്തുനിന്ന് ആരും ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറില്ല. വീടിനകത്ത് തന്നെ കൊലയാളികൾ ഉള്ളപ്പോ എന്തിനാ പുറത്തു നിന്നല്ലേ? അച്ഛാ, അച്ഛനെന്തിനാ ഈ അമ്മ ഓരോന്ന് പറയുമ്പോ ഡള്ളാവുന്ന്? അതൊന്ന് കഴിച്ചു തീർത്ത്. നീ കണ്ട് ശീലിച്ച ബന്ധങ്ങളല്ല എന്റെ ബന്ധങ്ങൾ.